ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് എവിടെയാണെന്നല്ലേ? ഞങ്ങൾ ഇന്നുള്ളത് 4 മണിക്കാറ്റിലാണ്. അപ്പോൾ ഒരു സൺഡേ ഒക്കെ ആയിട്ട് എനിക്കൊന്ന് പുറത്തു പോകണം, കുഞ്ഞിനും കളിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്ഥലമാണ് 4 മണിക്കാറ്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലാണ്. ഇത് കോട്ടയം മണർകാട് തിരുവഞ്ചൂർ റോഡിലുള്ള വിനോദസഞ്ചാര മേഖല കൂടിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഗവൺമെന്റ് ഓഫ് കേരളയുടെയും. ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു 4 മണിക്കാണ് കേട്ടോ. അപ്പം 4 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 2-2.5 മണിക്കൂർ ഇവിടെ അടിച്ചൊളിച്ച് നടക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. നല്ല വൈബ് നിറഞ്ഞ സ്ഥലമാണ്. വൈകിട്ടാകുമ്പോൾ വെയിലൊക്കെ മാറി നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങും. കണ്ടത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും നല്ല മരത്തിൻ്റെ അടിയിലുള്ള തണലും നല്ല ശുദ്ധമായിട്ടുള്ള വായുവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു കുളിർമയേകും. നല്ല വൈബ് നിറഞ്ഞൊരു സ്ഥലമാണ് ഈ 4 മണിക്കാറ്റ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടും ഫാമിലി ആയിട്ടും വരുന്നവർക്ക് നല്ലതാണ്. കാരണം വെളിയിൽ പോയി പൈസ കൊടുത്തൊക്കെ പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോയി കളിപ്പിക്കുന്നില്ല, നല്ലതാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കും ഇരിക്കാം. അതുപോലെ തന്നെ എത്ര പേര് വന്നാലും ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. നല്ലൊരു ചുറ്റുപാടാണ് 4 മണിക്കാറ്റ്. ഞാൻ മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അപ്പോൾ ഇത്രയും ഡെവലപ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്, നല്ല സൗകര്യങ്ങളായിട്ടുണ്ട്. അതുപോലെ 4 മണിക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ചായ ഒരു കടിയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ സൗകര്യമുണ്ട്. ഇപ്പം നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അതിനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കുടുംബശ്രീയിലെ അമ്മമാരാണ്. അപ്പോൾ അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ ഫുഡൊക്കെ ചെയ്യുന്നത്. അപ്പം 4 മണിക്കത്തെ പലഹാരമായിട്ട് ഇലയടയും മുളക് ബജിയും മുട്ട ബോണ്ടയും ഉഴുന്നുവടയും അതിൻ്റെ കൂടെ തന്നെ നല്ല മുളക് തക്കാളി ഇട്ട ചമ്മന്തിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ അവർ തരുന്നത് നമുക്ക് വാഴയിലയിലാണേ. അപ്പോൾ അവിടെ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെ അങ്ങനെ ഇടാതിരിക്കുക, നമ്മുടെ സ്ഥലങ്ങളെ നമ്മൾ സംരക്ഷിക്കുക അല്ലേ. അപ്പോൾ അല്ലുവിന് കളിക്കാനായിട്ട് 2-3 കൂട്ടുകാരെ കിട്ടി. അപ്പോൾ അവൾ ഊഞ്ഞാലിൽ അവരുടെ കൂടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ കുഞ്ഞിനെ നോക്കി. അപ്പം ഞാനും ചേട്ടായും അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചതിലങ്ങ് നടക്കുമായിരുന്നു. ഒത്തിരി പേര് വരുന്നവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു വള്ളമൊക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു വായനശാലയൊക്കെ ഉണ്ട്. അത് ഞായറാഴ്ച ആയതുകൊണ്ട് ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് മരത്തിൻ്റെ അടിയിൽ നിന്ന് വായിക്കാന്ന് പറഞ്ഞ് നല്ലൊരു വൈബായിരിക്കും. അല്ലിമോള് ഓടി നടന്ന് കളിയായിരുന്നു. നല്ല സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു സ്ലൈഡിങ്ങും ഊഞ്ഞാലും ഒക്കെ ആയിട്ട്. അപ്പോൾ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അവിടെ. അല്ലുവിന് കളിക്കാൻ കുറേ കൂട്ടുകാരെ കിട്ടിയതുകൊണ്ട് മോള് അതിലെ കൂടെ കളിച്ച് നല്ലപോലെ ഹാപ്പി ആയിട്ട് നടക്കുമായിരുന്നു. എല്ലാ സ്ഥലത്തും നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പതിയെ നടന്നു. അപ്പം ഞങ്ങൾക്കും ചായ കുടിക്കാനൊരു മോഹം. അങ്ങനെ ഞങ്ങളും ഒരു 3 ഗ്ലാസ് ഇഞ്ചി ചായയും മുട്ട ബോണ്ടയും വാങ്ങിച്ചു. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് നല്ല രുചിയുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് അല്ലു ഇതങ്ങനെ നടക്കാൻ തുടങ്ങി. ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം. ഇവിടെ നെല്ലുള്ള സമയം ഉണ്ടാവും കണ്ടത്തിലൊക്കെ. അപ്പം നല്ല അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും. ഇപ്പം നെല്ലൊന്നുമില്ല, വെള്ളം കയറി കിടക്കുവാണ്. ഉണക്കാകുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ ഈ പുല്ലുമേട്ടിലൊക്കെ നമുക്ക് ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നല്ല കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. വണ്ടി എത്ര വന്നാലും വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട ടോയ്ലറ്റാണ് ഒത്തിരി യാത്ര ചെയ്ത് വരുന്നവർക്കൊക്കെ. അപ്പം ടോയ്ലറ്റ് സൗകര്യമുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വന്ന് നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അതുപോലെ ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനും വാങ്ങിക്കാനും അടുത്ത് തന്നെ ഒരു ഗ്രീൻ വാലി ഗാർഡൻ ഉണ്ട്. അവിടെ നല്ല ചെടികളുണ്ട്. ചെടികൾ മാത്രമല്ല ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് അതും കൂടെ വിസിറ്റ് ചെയ്യാം. അടുത്ത് ഇഷ്ടമുള്ളവർക്കെല്ലാം പർച്ചേസ് ചെയ്യാം. നല്ല ചെടികളാണ്, നല്ലപോലെ പൂത്ത് നിൽക്കുന്ന ചെടികളും കായ്ച്ചു നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതും കണ്ട് ആസ്വദിച്ച് പോകാം. പല നിറത്തിലുള്ള ചെത്തിപ്പൂക്കൾ, അതുപോലെ പല നിറത്തിലുള്ള ഇലകൾ, പിന്നെ കായ്ച്ചു നിൽക്കുന്ന ചക്ക, അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ചെടികളാണ് ഇവിടെ ഞാൻ കണ്ടത്. ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇനിയും 4 മണിക്കാറ്റിൽ തിരിച്ചു വരാം.
പോകുന്ന വഴിക്ക് നമുക്ക് തൊട്ടടുത്ത് തന്നെ പമ്പുണ്ട്, അതുപോലെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ കള്ള് ഷാപ്പുണ്ട്. അത്യാവശ്യം ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു കള്ള് ഷാപ്പുണ്ട്. അപ്പം അതും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല പാടവും കണ്ടങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോകാം. അപ്പോൾ 4 മണിക്കാറ്റിനോടും ഗാർഡനിലെ ചെടികളോടൊക്കെ ടാറ്റ ബൈ പറഞ്ഞ് ഞാനിങ്ങനെ യാത്രയാവുകയാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.